അകത്തെടുത്തോളൂ. ഹലോ, ആ കൊടുക്കാം. ഹലോ, എടാ കുട്ടികൃഷ്ണ, ഇത് ഞാൻ അമ്പുചാച്ചൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാ. നന്ദിനിക്കുട്ടിയില്ലേ അടുത്ത്? ആ കൊടുക്കാം. ഹലോ ഹലോ, ആ എത്ര നേരമെന്നറിയാ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? എന്താ വൈകിട്ട്? ട്രെയിൻ ഇപ്പൊ എത്തേ ഉള്ളൂ. ഇറങ്ങി ഉടനെ തന്നെ അങ്ങോട്ട് വിളിക്കായിരുന്നു. അമ്മ എന്ത് പറയുന്നു? അവിടെ തന്നെ ഉണ്ടാവാൻ നീയാ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ പിന്നെ വിളിക്കാം. കുട്ടിക്കൃഷ്ണൻ ഞാൻ പിന്നെ വിളിക്കാം. കുട്ടിക്കൃഷ്ണൻ ഞാനാ അല്ല, കുട്ടിക്കൃഷ്ണൻ ഞാനാ കുട്ടിക്കൃഷ്ണൻ ഞാനാ കുട്ടിക്കൃഷ്ണൻ ഞാനാ എന്താണ് നിങ്ങൾ കാര്യം പറയാം. എന്റെ പൊന്നുമോ കുറച്ച് നേരം അതിനകത്ത് ഇരി. കൃഷ്ണൻ അത് തന്നെ. അവിടെ എന്റെ കുട്ടികൃഷ്ണ ഇതുവരെ എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ ഇത് നോക്കി പിടിച്ച് നടക്കണമെന്ന് അറിയാവോ? നല്ല കാലത്തിൽ ഈ ബാഗ് പേരുള്ളത് കൊണ്ട് ആളെ പിടിയിട്ടു. ഏതായാലും എന്റെ പൊന്നു മോൻ അച്ഛനെ കാണാൻ വന്നല്ലോ. സന്തോഷമായി. എന്താ മോനെ ഇത്? ഇവിടെ നോക്കുക, ഞാൻ ഡാഡിയല്ല. ഡാഡി വീട്ടിലുണ്ട്. ഓപ്പൺ ആയിട്ട് പറഞ്ഞാ ഞാൻ ഇന്ന് വരെ ഡാഡി ആയിട്ടില്ല. വരും, നമുക്ക് ബംഗളൂരിലേക്ക് പോവാ. ഡാഡി അവിടെ കാത്തിരിപ്പുണ്ട്. വരും വരും വരും. അല്ല എന്താ മോനെ ഇങ്ങനെ കുഴിഞ്ഞിറക്കുന്നത്? അത് പോട്ടെ, അതൊക്കെ നമുക്ക് മാറ്റാം. വരും വരും വരിക. അതാ നമ്മുടെ കാറ്. വരിക വരിക വരിക. എന്ത് പറ്റി? വീണ്ടും വേദന വന്നു. അത് സാരമില്ല, നമുക്ക് കാട വൈദ്യനെ കാണിക്കാം. അല്ലെങ്കിൽ ആയി വൈദ്യം എന്താ ഞാനില്ലേ. ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സർക്കാർ ബസ് പോലെ വരുമ്പോഴെല്ലാം നിരനിരയായിട്ട് ഇങ്ങോട്ട് പോലും. കോടിക്കണക്കിന് രൂപയുടെ സ്വത്താ. ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം കയ്യിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്താ കളിച്ച കളിയാ? ഓപ്പണായിട്ട് പറഞ്ഞാ ഇതാണ് തലയിലെഴുത്ത്. എടാ ബാലഗോപാല, ഇതാണ് നിന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. മുറുക്കി പിടിച്ചോ. അല്ല, കൊച്ചുമുതലാളി വല്ലതും പറഞ്ഞോ?
ഇല്ല, ഒന്നും പറഞ്ഞില്ല. ആ, ഓപ്പണായിട്ട് പറഞ്ഞ എന്തോ ഒരു സൗണ്ട് കേട്ട് തോന്നിയതായിരിക്കാം. നീ വണ്ടിയോട്. കൊച്ചു മുതലാളി. ആ, കേസ്